ചേർന്നിരിക്കുന്നു. അക്ഷയ് കൂടിയുണ്ട്. അക്ഷയ, ഈ വിദ്യാർത്ഥികളൊക്കെ വലിയ രീതിയിൽ അവിടെ ശക്തന മണ്ണിലേക്ക് എത്തി തുടങ്ങിയില്ലേ? തീർച്ചയായിട്ടും ദിവ്യ, അതിലൊരു ചോദ്യമേ ഉദിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് വിദ്യാർത്ഥി പ്രവാഹമാണ് വേദിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വേദി 1-ൽ ഇതിന് ശേഷം, അതായത് പ്രധാന വേദിയായിട്ടുള്ള തെക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി എന്ന വേദി സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. സ്വർണ്ണക്കപ്പിത എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു, പ്രധാന വേദിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കലാപൂരമാണ്. ഇനിയുള്ള 5 നാൾ തൃശൂർ മിഴി തുറക്കാൻ പോകുന്നത് വർണ്ണക്കാഴ്ചകളിലേക്കും വിസ്മയങ്ങളിലേക്കും തന്നെയാണ്. വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ അവിടെ തൃശൂർ നഗരിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആദ്യ സംഘത്തിന് വലിയ സ്വീകരണവും ഒക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വിപുലമായ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും തന്നെയാണ് വിദ്യാർത്ഥികൾക്കായി കലാമേളയ്ക്കായി തൃശ്ശൂരിൽ ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. മീഡിയ വണ്ണം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മിഴിവോടെ ഓരോ വർണ്ണക്കാഴ്ചകൾ, ഓരോ വിശേഷങ്ങളും മത്സരങ്ങളുടെ അപ്ഡേറ്റ്സും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മീഡിയ വൺ സംഘവും തൃശ്ശൂർ നഗരിയിൽ, പൂരനഗരിയിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാത്തിരിപ്പാണ്. ഇന്നത്തെ ഈ രാത്രി പുലരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നാളെ രാവിലെ ഓരോ വേദികളായി അരങ്ങുണരും. മിഴി തുറക്കാൻ പോവുകയാണ്. സനിസ തുടരുന്നുണ്ട്. സനിസ, ഇന്നിനിപ്പോൾ ഈ സ്വർണ്ണക്കപ്പ് അവിടെ പ്രധാന വേദിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും പരിപാടികളോ ചടങ്ങുകളോ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇതിനുശേഷം ഈ സ്വർണ്ണക്കപ്പ് ട്രഷറിയിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇനി നാളെയാണ് ഇതിന്റെ ഉദ്ഘാടനം, ഈ കലാമേളയുടെ തിരി തെളിയാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഇത്തരത്തിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. നാളെയോടെ തന്നെ കലാമേളയ്ക്ക് തുടക്കമാണ് ഉണ്ടാവാൻ പോകുന്നത്. അത്തരത്തിൽ തൃശൂർ നഗരം ഉണർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പൂക്കളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. 25 വേദിക്കും പൂക്കളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. 15,000-ഓളം വിദ്യാർത്ഥികൾ, കുട്ടികൾ മാറ്റുരയ്ക്കുന്ന ഒരു വലിയൊരു വേദിയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം, ആ സ്വർണ്ണക്കപ്പിലേക്കാണ് എല്ലാവരുടെയും കാഴ്ചയും ഒക്കെ പോകുന്നത്. ആ സ്വർണ്ണക്കപ്പിന്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത്തരത്തിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കലാമേള, ഈ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ കലാമേളയ്ക്കും ഇത്തരം കുട്ടികളിലെ കലാവാസനയ്ക്കും ഒക്കെ ഇത്രയും ഒരു സ്വീകാര്യത ഉണ്ടോ എന്ന ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സർക്കാർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളായിക്കൊള്ളട്ടെ, അത്രയും സ്വീകാര്യതയാണ് ഈ കലാമേളയ്ക്കൊക്കെ നൽകുന്നത്. ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് അതൊക്കെ കാണാൻ കഴിയും. ഈ പൂക്കളുടെ പേരിനെ പറ്റി നേരത്തെ അക്ഷയ പറയുകയുണ്ടായി. എന്തുകൊണ്ട് താമരയുടെ പേരിട്ടില്ല എന്ന ഒരു വിവാദമൊക്കെ ഉയർന്ന കാര്യമൊക്കെ നേരത്തെ പറയുകയുണ്ടായി. അത്തരത്തിൽ ഈ കുട്ടികളുടെ ഒരു കലാമേള വരുമ്പോൾ അതിൽ വിവാദം ഒഴിവാക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നിറസാന്നിധ്യമായിരുന്നു കെ രാജനും അതുപോലെ മന്ത്രി വി ശിവൻകുട്ടിയും ഈ കലോത്സവ നഗരിയിൽ. അത്തരത്തിൽ കലോത്സവത്തിനായി ഇവിടെ പ്രധാന വേദിയും അതുപോലെ തന്നെ 25 വേദിയും ഉണർന്നിരിക്കുകയാണ്. ഊട്ടുപുര ഉണർന്നിരിക്കുകയാണ്. അത്തരത്തിൽ എല്ലാവരും ഒത്തൊരുമയോടെ ഈ അധ്യാപക സംഘടനകളിലുള്ളവരൊക്കെ പല പല കമ്മിറ്റികളിലായിട്ട് അവരുടെ ഓരോ കമ്മിറ്റികളും, ഇപ്പോൾ ഭക്ഷണ കമ്മിറ്റിയുണ്ട്, അതുപോലെ തന്നെ ഈ വെള്ളം എത്തിക്കുന്ന കമ്മിറ്റി, അതുപോലെ ഇവിടെ ഹരിത ചട്ടം പാലിച്ചുകൊണ്ടാണ് ഈ കലോത്സവം നടക്കുന്നത്. അത്തരത്തിൽ ഒരു പ്ലാസ്റ്റിക് പോലും ഈ കലോത്സവം കഴിയുമ്പോൾ ഇവിടെ ഈ മണ്ണ് ഒരു തരത്തിലും മലിനമാകരുത്, ഒരു പ്ലാസ്റ്റിക് പോലും ഇവിടെ അവശേഷിക്കരുത് എന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അധ്യാപകരുടെ വിവിധ കമ്മിറ്റികളുണ്ട്. അത്രയും ഒത്തൊരുമയോടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ വരുന്ന ഒരാഴ്ചക്കാലം ഊണും ഉറക്കവും ഇല്ലാതെ വളരെ മനോഹരമായി ഈ കലാമേള നടത്തി കാട്ടണമെന്ന ഒരു ഊർജത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയും ദിവസങ്ങളുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്കും അവരുടെ പാട്ടുകളിലേക്കൊക്കെ പോവേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് പുറത്ത് ഈ കുട്ടികൾ 15,000-ഓളം മാറ്റുരയ്ക്കാൻ വരുന്ന കുട്ടികളല്ലാതെ തന്നെ ഒട്ടനവധി ഈ അധ്യാപകരിലൊക്കെ കലാകാരന്മാരുണ്ട്, ഇവിടുത്തെ ജനങ്ങളിലൊക്കെ കലാകാരന്മാരുണ്ട്. അവരെയൊക്കെ നമ്മൾ നമ്മുടെ സ്ക്രീനിൽ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഗൈഡ്സിന്റെ കുട്ടികൾ ഈ ഇതിലൂടെ കടന്നു പോകുന്നതൊക്കെ കാണാം. അത്തരത്തിൽ ഇപ്പോഴും ഈ ഘോഷയാത്രയുടെ ഭാഗമായി വേദികൾ നിറയുമെന്നതിൽ യാതൊരു സംശയവും ആശങ്കയും വേണ്ട അല്ലേ? ദിവ്യ, ഒന്നുകൂടി ഒന്ന് ചോദിക്കാമോ? അതായത് വേദികളോ ഏത് മത്സരമായാലും, അതിപ്പോൾ ഈ പറയുന്നത് പോലെ നല്ല ഹൈലൈറ്റ് ഈ സംഘനൃത്തം, ഒപ്പന പോലെയുള്ള മത്സരങ്ങളായാലും ഇനിയല്ല മറ്റേതായാലും തൃശ്ശൂരാണ് നഗരം, കലയെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ എല്ലാ വേദിയും നിറഞ്ഞു കവിയുമെന്നതിൽ യാതൊരു സംശയം വേണ്ടല്ലോ.
ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല ദിവ്യ. കാരണം തൃശ്ശൂർ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നഗരിയാണ്. പൂരമൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ആ ചെണ്ടമേളം കേൾക്കാൻ തന്നെ ഇവിടെ പല ദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജനങ്ങളെ നമ്മൾ കാണുന്നതാണ്. പോരാത്തതിന് തൃശ്ശൂരിന്റെ അപ്പുറത്തുള്ളത് നമ്മുടെ കോഴിക്കോടാണ്, കലാകാരന്മാരുടെ നാടാണ്. ഇവരൊക്കെ നമ്മുടെ പല ജില്ലകളിൽ നിന്നുമുള്ള ജനങ്ങൾ തന്നെ ഇവിടെ ഒഴുകിയെത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. ഒരു വേദിയിൽ പോലും കസേരകൾ ഒഴിയില്ല. കസേരകൾക്കപ്പുറം നിന്നും ഈ കുട്ടികളുടെ ഈ പലതരത്തിലുള്ള പരിപാടികൾ കാണാനും അവരുടെ നൃത്തമായിക്കൊള്ളട്ടെ, അതുപോലെ മോണോ ആക്ട്, മിമിക്രി, നാടകം, സംഘനൃത്തം, സംഘഗാനം, എന്ത് തന്നെ ആയിക്കോട്ടെ, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, അത് എത്രയും ഹൈലൈറ്റ് ആയിട്ടുള്ള മത്സര ഇനങ്ങൾ അല്ലെങ്കിൽ കവിതയോ കഥയോ ആയിക്കൊള്ളട്ടെ, അതുവരെ കാണാൻ, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ആണെങ്കിൽ അതുവരെ കാണാൻ ഇവിടെ കാണികൾ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. തൃശ്ശൂരെ ജനങ്ങൾ മാത്രമല്ല, പല ദിക്കുകളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഇവിടെ ജനങ്ങൾ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ദിവ്യക്കും സംശയം ഉണ്ടാവില്ലെന്ന് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അത്തരത്തിൽ കലോത്സവത്തിനായിട്ട് തൃശ്ശൂരിന്റെ ഹൃദയഭാഗമായിട്ടുള്ള ഈ സ്ഥലം, ഈ നഗരി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ദിവ്യ പറയാനുള്ളത്. എല്ലാ തരത്തിലുള്ള ഊർജ്ജത്തോടെ ഈ തൃശ്ശൂരിന്റെ എപ്പോഴും നമ്മൾ പൂരവും അതുപോലെ തന്നെ പൂരം, ആന, അങ്ങനെയൊക്കെയാണ് തൃശ്ശൂരിനെ എഴുതി വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കലോത്സവത്തിന്റെ ഒരു ഓറ കാണുമ്പോൾ എനിക്ക് ഒരു സംശയമായിട്ട് തോന്നുന്നു. ഈ കലോത്സവം ഇന്നാണ് ഇതിന്റെ ഒരു കൊടി കയറാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഓളം കാണുമ്പോൾ എനിക്ക് ഇത് പൂരത്തിന് എന്തായാലും വലിയ ആവശ്യത്തിലാണെന്ന് മനസ്സിലായി. പിന്നെ ഏത് വേദിയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഒപ്പനയോടാണ് താല്പര്യം. അപ്പോൾ ഒപ്പന കാണണമെന്നുണ്ട്. ഒപ്പന എങ്ങനെയായിരിക്കും ഇപ്രാവശ്യത്തെ ഒപ്പന, അതുപോലെ തന്നെ ഈ കോൽക്കളി, അതുപോലെ ഈ എന്നോട് പേര് വിട്ടുപോയി, ഒപ്പനയുടെ തന്നെ ഈ പുരുഷന്മാരുടെ ഒപ്പന പോലത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാടകം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത്തരത്തിൽ പിന്നെ കവിതയും അതുപോലെ തന്നെ കഥയും, ഏത് തരത്തിലാണ് ഈ കുട്ടികൾ ഇപ്പോഴത്തെ സമൂഹത്തിലെ രാഷ്ട്രീയത്തെ കാണുന്നത് എന്നൊക്കെ ഈ കഥ, ഉപന്യാസത്തിലും കാർട്ടൂണിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയണമെന്നുണ്ട്. അതൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് സ്റ്റോറി ആയിട്ടൊക്കെ എത്തിക്കണമെന്നുണ്ട്. കുട്ടികളുടെ ഈ കലാപരിപാടികളുടെ അതിലൂടെ അവർ പുറത്തു കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്താണെന്ന് കൂടി മനസ്സിലാക്കണമെന്നുണ്ട്. വരും തലമുറയല്ലേ, അതുകൂടെ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ട് ദിവ്യ.